എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 16-ാം തീയതിയിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, 2024 ഏപ്രിലിൽ അന്തരിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനും സാർവോദയ ചിപ്കോ മുന്നേറ്റങ്ങളുടെ നേതാക്കളിലും ഒരാളായ വ്യക്തി ആരാണ്? 2024 ഏപ്രിലിൽ അന്തരിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകനും സാർവോദയ ചിപ്കോ മുന്നേറ്റങ്ങളുടെ നേതാക്കളിൽ ഒരാളുമായ വ്യക്തിയാണ് മുരാരി ലാൽ. ഓർത്തിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ദേശീയ ഓർക്കിഡ് ദിനം എന്നാണ്? ദേശീയ ഓർക്കിഡ് ദിനം ഏപ്രിൽ 16-ാം തീയതിയാണ്. എന്നാണ്? ഏപ്രിൽ 16. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ പാലക് ഗുലിയ ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ പാലക് ഗുലിയ ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഷൂട്ടിംഗ് ആണ് കേട്ടോ. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ പാലക് ഗുലിയ ഷൂട്ടിംഗ് എന്ന കായികനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നാലാമത്തെ ചോദ്യം, ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായിട്ട് റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനം ഏതാണ്? ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായിട്ട് റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനമാണ് കവച്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. എന്താണ് കവച്? നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, 2024 ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്ന പേര്? 2024 ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. എന്താണ്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. നമ്മുടെ അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായത് ആരാണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയായത് ക്രിസ്റ്റലീന ജോർജീവ. ക്രിസ്റ്റലീന ജോർജീവയാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതയായത്. അടുത്തത്, നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകം എഴുതിയത് സൽമാൻ റഷീദിയാണ്. ആരാണ്? സൽമാൻ റഷീദി. അപ്പം നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് വേണ്ട ഒരു റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിലെ നോട്ട്സ് അവൈലബിൾ ആണ്. LDCയുടെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ റൺ ചെയ്തു പോകുന്നുണ്ട്. സോ ഇനിയും ഡൗൺലോഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ കൂടുതൽ ഇൻഫോർമേറ്റീവ്സ് വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. താങ്ക്